എന്താ അടുത്ത ചോദ്യം പറയുന്നത്? ഇഫ് ദ വെർട്ടിസസ് എ ബി സി ഓഫ് എ ട്രയാംഗിൾ എ ബി സി ആർ 1 2 3 -1 0 0 0 1 2 respectively, then find angle ABC. Angle ABC is the angle between the vectors BA and BC. അതിന് അവർ കുറച്ചും കൂടെ ഒന്ന് ആംഗിൾ എ ബി സി എന്താണെന്നും കൂടെ അവർ ടെക്സ്റ്റിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബി എ എന്ന് പറയുന്ന വെക്ടറിനും ബി സി എന്ന് പറയുന്ന വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ എ ബി സി. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ബി എ എന്ന് പറയുന്ന വെക്ടറും ബി സി എന്ന് പറയുന്ന വെക്ടറും കണ്ടുപിടിക്കണം. ബി എ എന്ന് പറയുന്ന വെക്ടറും ബി സി എന്ന് പറയുന്ന വെക്ടേഴ്സും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. അത് നമുക്ക് ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എഴുതാം. ഗിവൺ എ എന്താണ്? 1 2 3 ആണ്. ബി എന്താണ്? -1 0 0 ആണ്. സി എന്താണ്? 0 1 2 ആണ്. അപ്പൊ നമുക്ക് എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ ബി എ വെക്ടറും ബി സി വെക്ടറും ആദ്യം എഴുതാം. ബി എ വെക്ടർ എന്ത് വരും? ബി എ വെക്ടർ ഈക്വൽ ടു ബിയിൽ നിന്നാണ് എ വരുന്നത്. സോറി ബി എ വെക്ടർ ആണ്. സോ എയിൽ നിന്ന് ബി കുറയ്ക്കുക. സോ 1 - 1 എന്ത് വരും? 1 - -1 എന്ന് പറയുന്നത് 1 + 1 അഥവാ 2 വരും. ടെർമിനൽ പോയിന്റ് ഇനിഷ്യൽ പോയിന്റ് ബിയും ടെർമിനൽ പോയിന്റ് എയുമാണ്. സോ എ മൈനസ് ബി ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെ 1 - -1 1 + 1 2 വരും. സോ 2 i ക്യാപ്പ്. ഓക്കെ, 2 - 0 2 ആണ്. സോ +2 j ക്യാപ്പ് പ്ലസ് 3 + 0 3 - 0 3 ആണ്. സോ 3 k ക്യാപ്പ്. അതുപോലെ ബി എ വെക്ടർ കണ്ടുപിടിച്ചു. അടുത്ത് ബി സി വെക്ടർ. ബി സി വെക്ടർ എന്ത് വരും? ബി സി വെക്ടർ ഈക്വൽ ടു ബി സി വെക്ടർ എന്ന് പറയുന്നത് സോ ബി ഇനിഷ്യൽ പോയിന്റും സി ടെർമിനൽ പോയിന്റും ആണ്. സി മൈനസ് ബി ചെയ്യണം. 0 - -1 എന്താകും? 1 വരും. സോ 1 i ക്യാപ്പ്. ഓക്കെ, അടുത്ത് 1 - 0 0 വരും. 0 j ക്യാപ്പ്. ഓക്കെ, അടുത്ത് എന്ത് വരും? 2 - 0 2 വരും. 2 k ക്യാപ്പ്. ഇതിൽ ഐ ക്യാപ്പ് പ്ലസ് 2 k ക്യാപ്പ് എന്ന് എഴുതിയാലും മതി. ഞാൻ എന്തായാലും വാല്യൂസ് ഇട്ടു. നമുക്ക് എന്തായാലും അത് യൂസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ വാല്യൂസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് 0 j എന്ന് പറയുന്നത് 0 ആണ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 1 i വരെ എന്ത് എഴുതിയാൽ മതി? 1 i എന്നിട്ടാലും മതി. 1 അല്ല i എന്നിട്ടാലും മതി. ഓക്കെ, അതൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ബി എ വെക്ടറും ബി സി വെക്ടറും കണ്ടുപിടിച്ചു. ഇനി അവർക്കിടയിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് എന്തൊക്കെ കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എ കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി കണ്ടുപിടിക്കണം, ബി എ ഡോട്ട് ബി സിയും കണ്ടുപിടിക്കണം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എ എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ എത്താണ്? 4 ആണ്. പ്ലസ് 2 സ്ക്വയർ എന്ത് വരും? 4 വരും. പ്ലസ് 3 സ്ക്വയർ എന്ത് വരും? 9 വരും. വിച്ച് വിൽ ബി നത്തിങ് ബട്ട് റൂട്ട് 4 + 4 8 8 + 9 17 റൂട്ട് 17 വരും. ഓക്കെ, അടുത്തിന് എന്ത് വരും? ബി സി. ബി സി എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി ഈക്വൽ ടു റൂട്ട് 1 സ്ക്വയർ 1 വരും. 0 സ്ക്വയർ പിന്നെ കാര്യമില്ല. 2 സ്ക്വയർ എന്ത് വരും? 4 വരും. അഥവാ റൂട്ട് 5 വരും. എന്ത് വന്നു? റൂട്ട് 5 വന്നു. റൂട്ട് 17 റൂട്ട് 5 വന്നു. 17 അല്ലേ? 4 + 4 9 വരും. 1 4 1 4 അല്ലേ വരുന്ന? 0. ഓ സോറി സി 1 - 0 ആണല്ലേ? മാറിപ്പോയി. ഇവിടെ ഇപ്പൊ 1 - 0 ആണ്. സോറി, അവിടെ ഇട്ടത് വാല്യൂസ് ഇട്ടത് മാറിപ്പോയി. ഓക്കെ, 1 - 0 ആണ്. 1 - 0 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 1 + 2 വരും. 1 + 4 വരും. ഓക്കെ, സോ 5 + 6 റൂട്ട് 6 വരും കേട്ടോ. റൂട്ട് 6 ആണ് വരുന്നത്. ഇത് 1 - 0 ആണ്. 0 - 0 എന്നുള്ള മാറിപ്പോയതാണ് ഇവിടെ. സോ 1 - 0 1 വരും. 1 j ക്യാപ്പ് ആണ് വരുന്നത്. അപ്പൊ ബി എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ബി സി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി എ ഡോട്ട് ബി സി കണ്ടുപിടിക്കണം. ബി എ വെക്ടർ ബി എ ഡോട്ട് വെക്ടർ ബി സി എന്ത് വരും? സോ 2 × 1 2 2 × 1 2 3 × 2 6 എന്ത് വന്നു? 4 10 വന്നു. ഓക്കെ, സോ 10 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഡോട്ട് പ്രൊഡക്റ്റ്. സോ ലെറ്റ് ആംഗിൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ബി സി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എന്ത് വരണം? ഡോട്ട് പ്രൊഡക്റ്റ് ബി എ ഡോട്ട് ബി സി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി എന്ന് വരും. അതെന്ത് വരും? കോസ് ഇൻവേഴ്സ് ഓഫ് ബി എ ഡോട്ട് ബി സി എന്താണ്? 10 ഓവർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്താണ്? റൂട്ട് 17 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി എന്താണ്? റൂട്ട് 6 ആണ്. ഓക്കെ, വിച്ച് വിൽ ബി നത്തിങ് ബട്ട് ആംഗിൾ എ ബി സി. ഓക്കെ,
ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ്, എന്തായാലും നമുക്കൊന്നും കളയാനൊന്നുമില്ല. ഓക്കെ, 17 √17 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. 17 പ്രൈം നമ്പർ ആണ്. സോ √17 ഒന്നും ചെയ്യാനില്ല. √6 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. സോ 10/17 ടൈംസ് 6 എന്ത് വരും? 7 ടൈംസ് 6 42, 4 വരും, 6 പ്ലസ് 4 10 വരും. സോ √102 വരും. ഓക്കെ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് 10/√102 എന്ന് വരും. ഓക്കെ, സോ ഇതാണ് എന്ത്? ആംഗിൾ ABC എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താ അടുത്ത ചോദ്യം പറയുന്നേ? ഷോ ദാറ്റ് ദ പോയിന്റ്സ് ABC ആർ കൊളീനിയർ. ABC എന്താണെന്ന് കാണിക്കണം? കൊളീനിയർ ആണെന്ന് കാണിക്കണം. ഓക്കെ, സോ ABC എന്ന് പറയുന്നത് കൊളീനിയർ ആണെന്ന് കാണിക്കണം. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഒന്നുകിൽ ഒരു കാര്യം ചെയ്യാം, ABC കൊളീനിയർ ആണെന്ന് കാണിക്കാൻ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് അതായത് ഇൻഡിവിജ്വൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് കാണിക്കുക. ഓക്കെ, വെക്ടർ AB കണ്ടുപിടിക്കുക, വെക്ടർ BC കണ്ടുപിടിക്കുക. ഓക്കെ, സോ എന്നിട്ട് അവർ തമ്മിൽ എന്താണ് ആംഗിള് 0 ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യും. ഓക്കെ, നമ്മളുടെ വെക്ടേഴ്സ് കണ്ടുപിടിച്ച് AB, BC, AC എന്ന് പറയുന്ന വെക്ടറുകൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അവരുടെ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ആ മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണെന്ന് പറഞ്ഞ് കാണിക്കുക. നോർമൽ നമ്മളുടെ ഡിസ്റ്റൻസ് ഫോർമുല അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വെക്ടേഴ്സുകൾ എടുക്കാം. ഓക്കെ, ഏതൊക്കെ വെക്ടേഴ്സാ? വെക്ടർ AB എന്ത് വരും? B മൈനസ് A ആണ് ചെയ്യേണ്ടത്. സോ 2 - 1 I ക്യാപ്പ്. ഓക്കെ, 2 - 1 1 വരും. അടുത്ത് 6 - 2 എന്ത് വരും? 4 വരും. സോ പ്ലസ് 4 J ക്യാപ്പ്. 3 - 7 എന്ത് വരും? -4 വരും. -4 K ക്യാപ്പ്. ഓക്കെ, അപ്പൊ AB വെക്ടർ ഇതാണ്. അടുത്ത് എന്ത് പറയണം? BC വെക്ടർ നോക്കാം. BC വെക്ടർ എന്ത് വരും? 3 - 2 1. സോ 1 I ക്യാപ്പ്. ഓക്കെ, 10 - 6 പ്ലസ് 4 J ക്യാപ്പ്. -1 - 3 എന്ത് വരും? -4 K ക്യാപ്പ്. അടുത്ത് ഇനി ഏത് വെക്ടർ ആണ് വേണ്ടേ? AC വെക്ടർ ആണ്. വെക്ടർ AC വെക്ടർ എന്ത് വരും? 3 - 1 2 I ക്യാപ്പ്. ഓക്കെ, 10 - 2 8 J ക്യാപ്പ്. ഓക്കെ, -1 - 7 -8 K ക്യാപ്പ് എന്ന് വരും. അപ്പോ നമ്മൾ AB വെക്ടർ, BC വെക്ടർ, AC വെക്ടർ കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ കണ്ടുപിടിക്കണം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് AB എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 ആണ്, 4 സ്ക്വയർ 16 ആണ്, -4 സ്ക്വയർ എന്ത് വരും? 16 വരും. സോ ഇതെന്ത് വരും? √33 വരും. ഓക്കെ, ഇനി അടുത്തെന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് BC എന്ത് വരും? √33 എന്ന് പറയുന്നത് 3 × 11 ആണ്. അത് നമുക്കൊന്നും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇല്ല കേട്ടോ. അതിന് നമുക്ക് എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉണ്ടോ? ഇല്ല. സോ √33 എന്ന് തന്നെ മതിയാകും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് BC എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 വരും, 4 സ്ക്വയർ 16 വരും, -4 സ്ക്വയർ എന്ത് വരും? 16 വരും, ഈക്വൽ ടു √33 വരും. ഓക്കെ, അടുത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് AC എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് AC എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ത് വരും? 4 വരും, പ്ലസ് 8 സ്ക്വയർ എന്ത് വരും? 64 വരും, പ്ലസ് -8 സ്ക്വയർ എന്ത് വരും? 64 വരും. അതെന്ത് വരും മക്കളെ? നോക്കിക്കേ, √64 + 64 128 + 4 132 എന്ന് വരും. ഓക്കെ, 132 മിക്കവാറും നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2√33 ആയിരിക്കും വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ 132 എന്ത് ചെയ്യാം? 2ൽ പോകും. ഓക്കെ, 2ൽ നമുക്ക് ഇവിടെ എത്ര പ്രാവശ്യം? 6 ടൈംസ് ആണ്. 12 6 ടൈംസ് വരും. വീണ്ടും 2ൽ പോകും, 33 വരും. സോ 2 ന്ന് 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ ഇതെന്ത് എഴുതാം? ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് 2√33. ഓക്കെ, 2√33 എന്ന് പറയാം. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് AB പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് BC. ഓക്കെ, ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് AB പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് BC എന്ത് വരും? √33 പ്ലസ് √33 ഈക്വൽ ടു 2√33. 2√33. ഓക്കെ, അതെന്താണ്? ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് BC. Therefore A, B, C are collinears.
ഓക്കെ, അവരുടെ ലെങ്ത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ലെങ്ത് എ ബി വെക്ടറിന്റെ ലെങ്ത്തും ബി സി വെക്ടറിന്റെ ലെങ്ത്തും കൂടെ കൂട്ടുമ്പോൾ എ സി വെക്ടറിന്റെ ലെങ്ത് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് അവരെന്തായാലേ പറ്റുള്ളൂ, കൊലീനിയർ ആയാലേ പറ്റുള്ളൂ. സോ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കൊലീനിയറിന്റെ കേസ് പറയാൻ കഴിയും. ഓക്കെ, നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ച് പറയാം, പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ള തിങ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നോക്കാം. Show that the vectors 2i cap minus j cap plus k cap, I vector I cap minus 3j cap minus 5k cap and 3i cap minus 4j cap minus 4k cap form the vertices of a right angle triangle. സോ ഇത് നമുക്ക് എന്താണ്, പൊസിഷൻ വെക്ടറുകളാണ് തന്നിട്ടുള്ളത്. സോ ഈ പൊസിഷൻ വെക്ടറുകളുടെ എന്താണ് വെക്ടറുകൾ ചേരുമ്പോൾ, ഓക്കെ, ആ കോർഡിനേറ്റുകൾ ചേരുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. സോ നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്, സോ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എ ബി സി ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഗിവൺ ഒ എ പൊസിഷൻ വെക്ടർ, എയുടെ പൊസിഷൻ വെക്ടർ ആയിട്ടുള്ള ഒ എ തന്നിട്ടുണ്ട്, 2i cap മൈനസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്പ്. ഓക്കെ, അടുത്ത് എന്ത് തന്നിട്ടുണ്ട്, ഒ ബി തന്നിട്ടുണ്ട്, ഒ ബി തന്നിട്ടുണ്ട്. ഒ ബി എന്താ തന്നിരിക്കുന്നത്, ഐ ക്യാപ്പ് മൈനസ് 3j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ്. ഓക്കെ, അടുത്ത എന്താ തന്നിരിക്കുന്നത്, ഒ സി തന്നിട്ടുണ്ട്, 3i ക്യാപ്പ് മൈനസ് 4j ക്യാപ്പ് മൈനസ് 4k ക്യാപ്പ്. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. നമുക്കിനി എന്താ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഈ എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്ന് കാണിക്കുക. സോ അതിനാദ്യം എന്ത് കണ്ടുപിടിക്കണം, എ ബി വെക്ടർ കണ്ടുപിടിക്കണം, ബി സി വെക്ടർ കണ്ടുപിടിക്കണം, എ സി വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം എ ബി വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, ബിയുടെ പൊസിഷൻ വെക്ടർ മൈനസ് എയുടെ പൊസിഷൻ വെക്ടർ ചെയ്താൽ മതി. ഓക്കെ, ബിയുടെ പൊസിഷൻ വെക്ടർ മൈനസ് എയുടെ പൊസിഷൻ വെക്ടർ ചെയ്താൽ മതി. സോ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഐ മൈനസ് 2i മൈനസ് ഐ ക്യാപ്പ് മൈനസ് 3 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ മൈനസ് 2j ക്യാപ്പ് മൈനസ് 5 മൈനസ് കെ ക്യാപ്പ് മൈനസ് 6k ക്യാപ്പ്. ഓക്കെ, അടുത്ത് എന്ത് വരും, ബി സി വെക്ടർ. ഓക്കെ, അടുത്തെന്താണ് ബി സി വെക്ടർ. ബി സി വെക്ടർ എങ്ങനെ വരും നോക്കിക്കേ, സിയുടെ പൊസിഷൻ വെക്ടർ മൈനസ് ബിയുടെ പൊസിഷൻ വെക്ടർ. ഓക്കെ, സോറി ഇവിടെ ഈക്വൽ ടു ഇട്ടിട്ടില്ല അല്ലേ. ഓക്കെ, ബി സിയുടെ പൊസിഷൻ വെക്ടർ മൈനസ് ബിയുടെ പൊസിഷൻ വെക്ടർ, അതെന്ത് വരും, 3 മൈനസ് 1 2i ക്യാപ്പ്. ഓക്കെ, മൈനസ് 4j മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും, പ്ലസ് 3j എന്ത് വരും, മൈനസ് j ക്യാപ്പ് മൈനസ് 4j പ്ലസ് 5j എന്ത് വരും, പ്ലസ് k ക്യാപ്പ്. സോറി j അല്ല k, മൈനസ് 4k പ്ലസ് 5k എന്ത് വരും, പ്ലസ് k ക്യാപ്പ്. അടുത്തെന്താണ് എ സി വെക്ടർ. എ സി വെക്ടർ എങ്ങനെ വരും നോക്കിക്കേ മക്കളെ, എ സി വെക്ടർ എന്ന് പറയുന്നത് 3i ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ് എന്ത് വരും, സോറി 3i ക്യാപ്പ് മൈനസ് 2i ക്യാപ്പ് എന്ത് വരും, ഐ ക്യാപ്പ്. ഓക്കെ, മൈനസ് 4j ക്യാപ്പ് മൈനസ് ഓഫ് മൈനസ് എന്താകും, പ്ലസ് ആകും. സോ മൈനസ് 4 പ്ലസ് 1 എന്ത് വരും, മൈനസ് 3j ക്യാപ്പ് മൈനസ് 4 മൈനസ് k ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ് എന്ന് വരും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നുകിൽ ഏതെങ്കിലും രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ അവര് റൈറ്റ് ആംഗിൾ ആയിക്കോളും, ഓട്ടോമാറ്റിക് ആയിട്ട് ട്രയാംഗിൾ എന്തായിക്കോളും, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിക്കോളും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓരോന്നിന്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ആവുന്നുണ്ടെന്ന് കാണിക്കുക. ഓക്കെ, സോ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം, അതാണ് കുറച്ചും കൂടി ഈസി. സോ എ ബി ഡോട്ട് ബി സി, എ ബി ഡോട്ട് ബി സി എന്ത് വരും നോക്കിക്കേ, മൈനസ് 2. ഓക്കെ, മൈനസ് 2 മൈനസ് 1 പ്ലസ് 2 മൈനസ് 6 എന്ത് വന്നു, മൈനസ് 6 നോട്ട് ഈക്വൽ ടു 0 ആണ്. അടുത്തത് എ ബി ഡോട്ട് എ സി. എ ബി ഡോട്ട് എ സി എന്ത് വരും, എ ബി ഡോട്ട് എ സി, എ ബി ഡോട്ട് എ സി എടുക്കുമ്പോൾ മൈനസ് 1 ടൈംസ് മൈനസ് 3 പ്ലസ് 6. ഓക്കെ, മൈനസ് 6 ടൈംസ് മൈനസ് 5 പ്ലസ് 30 എന്ത് വന്നു, 35 വന്നു, നോട്ട് ഈക്വൽ ടു 0. സോ അതും എന്തല്ല, ഡോട്ട് പ്രൊഡക്റ്റ് 0 വരുന്നില്ല. സോ അവർക്കിടയിൽ ഉണ്ടാക്കുന്ന ആംഗിളും 90 ഡിഗ്രി അല്ല. അടുത്ത് എന്ത് ചെയ്യാം, ബി സി ഡോട്ട് എ സി ചെയ്യാം. ബി സി ഡോട്ട് എ സി ചെയ്ത് നോക്കാം. ബി സി ഡോട്ട് എ സി എന്ത് വരും, 2 ടൈംസ് 1 2 മൈനസ് 1 ടൈംസ് മൈനസ് 3 മൈനസ് 1 ടൈംസ് മൈനസ് 3 എന്ത് വരും, മൈനസ് 3 വരും. സോ പ്ലസ് 3 വരും. ഓക്കെ, അടുത്ത് പ്ലസ് 1 ടൈംസ് മൈനസ് 5 എന്ത് വരും, മൈനസ് 5 എന്ത് വരും, 5 മൈനസ് 5 അഥവാ 0 വരും. 5 മൈനസ് 5 അഥവാ എന്ത് വരും, 0 വരും. സോ
ബി സി ഡോട്ട് എ സി എന്താണ്? 0 ആണ്. ഓക്കെ, സിൻസ് ബി സി ഡോട്ട് എ സി is 0 is 0. ഓക്കെ, ആംഗിൾ ഏത് ആംഗിൾ ആയിരിക്കും? ബി സി വെക്ടറിലും എ സി വെക്ടറിലും കോമൺ ആയിട്ട്. സോ 0. ബി സി വെക്ടർ പെർപെൻഡിക്കുലർ ടു എ സി വെക്ടർ. ഓക്കെ, ബി സി വെക്ടർ എന്തായിരിക്കും? എ സി വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. therefore triangle ABC is right angled triangle. എന്താണ്? right angled triangle. ഓക്കെ, വിത്ത് ഏത് ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി വരുന്ന? നോക്കിക്കേ, ബി സി വെക്ടറിനും എ സി വെക്ടറിനും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? സി വെക്ടർ ആണ്, സി ആണ്. ഓക്കെ, ബി സി വെക്ടറിനും എ സി വെക്ടറിനും കോമൺ ആയിട്ടുള്ളത് എന്താണ്? സി ആണ്. സോ നമുക്ക് എന്ത് പറയാം? വിത്ത് ആംഗിൾ ബി സി എ, സി നടുക്ക് പറഞ്ഞല്ലോ, എ സി ബി എന്നിട്ടാലും മതി, ഈസ് റൈറ്റ് ആംഗിൾ. എന്താണ്? അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ് അടുത്ത ചോദ്യം പറയുന്നത്? ഇഫ് എ വെക്ടർ ഈസ് എ നോൺ സീറോ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എ, എ വെക്ടർ എന്ന് പറയുന്ന ഒരു നോൺ സീറോ വെക്ടർ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? എ ആണ്. ആൻഡ് ലാംഡ ഈസ് എ നോൺ സീറോ സ്കേലാർ, then lambda a vector is unit vector. Okay, if lambda a vector unit vector ആകുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? given, ഓക്കെ, given എന്താ തന്നിട്ടുള്ളത്? എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈക്വൽ ടു എ എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ്? നമുക്ക് ലാംഡ എ യൂണിറ്റ് വെക്ടർ വരുന്ന രീതിക്ക് വേണം ചെയ്യാൻ. ഓക്കെ, ലാംഡ എ is unit vector implies, okay, അത് യൂണിറ്റ് വെക്ടർ ആകണമെങ്കിൽ എന്താകണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാംഡ എ വെക്ടർ വിൽ ബി 1. ഓക്കെ, അത് യൂണിറ്റ് വെക്ടർ ആകണമെങ്കിൽ രണ്ട് വേഴ്സിലും വരുന്ന എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാംഡ എ വെക്ടർ എന്ന് പറയുന്നത് 1 ആയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാംഡ എ 1 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അബ്സല്യൂട്ട് ഓഫ് ലാംഡ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു 1. സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മുടെ ബേസിക് പ്രോപ്പർട്ടി ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്താണ്? എ ആണ്. സോ അബ്സല്യൂട്ട് ഓഫ് ലാംഡ ടൈംസ് എ ഈക്വൽ ടു 1, എ ഈക്വൽ ടു 1 ഓവർ അബ്സല്യൂട്ട് ഓഫ് ലാംഡ എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇതാണ് നമുക്ക് എ വാല്യൂ കിട്ടുന്നത്. എ ഈക്വൽ ടു എന്ത് വന്നു? അബ്സല്യൂട്ട് ഓഫ് ലാംഡ എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ നോക്കിക്കേ മക്കളെ, എ ഈക്വൽ ടു ഒരു വൃത്തിയില്ല, സോ അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? നോക്കിക്കേ, ലാംഡ ഈക്വൽ ടു 1. ലാംഡ ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, എ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ലാംഡ എ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ലാംഡ 1 ആയാലേ പറ്റുള്ളൂ പറയാം. പക്ഷെ നമുക്ക് അത് പറയാത്തോണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സെയിം ലാംഡ -1 വരാൻ പറ്റൂല. ഓക്കെ, ഇപ്പൊ സപ്പോസ് എന്താണ്? എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എ ഇത് 1 ആകും. സോ ലാംഡ 1 -1 വരാം. പക്ഷെ അത് പറയാത്തോണ്ട് അത് പറ്റൂല. പിന്നെ എ ഈക്വൽ ടു അബ്സല്യൂട്ട് ഓഫ് ലാംഡ അല്ല. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, എ ഈക്വൽ ടു 1 ബൈ അബ്സല്യൂട്ട് ഓഫ് ലാംഡ. സോ അതാണ് കറക്റ്റ്. ഓക്കെ, സോ എ ഈക്വൽ ടു 1 ബൈ അബ്സല്യൂട്ട് ഓഫ് ലാംഡ ആണ്